ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. 1 മന്തായി ഞാൻ വെക്കേഷന് ഹസ്ബൻഡ് അടുത്തായിരുന്നു. പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും നേരത്തെ ചെയ്തു വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് വർക്ക് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിന്. കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോസിൽ നിന്നും ഒരു മാസമാണെങ്കിലും വീഡിയോസിൽ നിന്നും അതുപോലെ ബേക്കിങ്ങിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് മാറി നിൽക്കുന്നത് കുറേ നാളായല്ല. അപ്പോൾ ഒരു മാസം ഫുള്ളായിട്ട് ഹസ്ബൻഡിനും മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെറിയൊരു ബ്രേക്ക് വന്നിട്ട് ഞാൻ ഒരു 1 വീക്കൊക്കെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓർഡർ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടാണ് തുടങ്ങണത് തന്നെ. ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രീം കേക്കും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്രൂം ട്യൂബിയുടെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇന്ന് ഉച്ചയ്ക്കാണ് കേക്കിൻ്റെ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേക്ക് ഉച്ചക്കല്ല, അപ്പോൾ ഞാൻ ബേക്കിങ് നേരത്തെ ചെയ്തു വെച്ചിട്ട് രാത്രി ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് വെച്ച് നിൽക്കായിരുന്നു. രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആവാനായി തോന്നുന്നുണ്ട്. അപ്പോഴാണ് കസ്റ്റമർ വിളിച്ച് പറഞ്ഞത് അവർക്ക് വെളുപ്പിന് 4 മണിക്ക് വേണം എന്നുള്ളത്. കേക്ക് റെഡി ആയിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ ഫോണ്ടൻറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഐറ്റംസ് എനിക്ക് രാവിലെ തന്നെ കിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ 1 മന്ത് ഗ്യാപ്പ് ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയാണ് കിട്ടേണ്ടി വരുന്നത്. പക്ഷെ അത് പിന്നെ നമുക്ക് വെളുപ്പിന് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കസ്റ്റമറിൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അവർക്ക് പിന്നെ ആ ഡിസൈൻ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ വേറെ ആർക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പഞ്ച് വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല, ഇങ്ങനെയുള്ള പണികൾ ചിലപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടിയവരും ഉണ്ടാവും. കുറേ പേര് ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ കമൻറ്റ് ഇടാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രീം കേക്കാണ്. ഡ്രീം കേക്കിനും നല്ല ചോക്ലേറ്റിൻ്റെ റേറ്റ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അത്രയും റേറ്റ് കൂടിയിട്ടുണ്ടല്ലേ. ഇത് വാനൂട്ടൻ്റെ അത് വെച്ചിട്ടാണ് കൂടുതൽ പേരും ചോദിക്കാറുള്ളത്. നോർമലി കോമ്പൗണ്ട് വെച്ചിട്ട് വളരെ റെയർ കസ്റ്റമേഴ്സ്, ബഡ്ജറ്റ് പ്രശ്നമുള്ളവരാണ് അങ്ങനെ മേടിക്കാറ്. അല്ലാത്തവരൊക്കെ വാനൂട്ടൻ പ്രീമിയം ചോക്ലേറ്റ്സ് ഏതെങ്കിലും വെച്ചിട്ട് ചെയ്യാനാണ് പറയാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ കോമ്പൗണ്ട് വെച്ചിട്ടൊരു കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാൻ ഹൂട്ടൻ്റെ കോമ്പൗണ്ട് വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ചെയ്തതല്ല, ഞാൻ വന്നിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഞാൻ മിൽക്ക് കോമ്പൗണ്ട് വെച്ചിട്ടാണ് കസ്റ്റമർ പറഞ്ഞിട്ടാണ് മിൽക്ക് കോമ്പൗണ്ട് തന്നെ വെച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്താൽ മതി എന്നുള്ളത്. ചിലർക്ക് ഡാർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ റേറ്റൊക്കെ എന്തായാലും നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ടാവില്ലേ. നിങ്ങൾ കൊടുക്കുന്ന റേറ്റൊക്കെ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും, കേക്ക് ചെയ്യുന്നവർക്കൊക്കെ ആയാലും. ഞാനും ഇപ്പോൾ വന്നിട്ട് കുറേ പേരോട് ചോദിച്ചപ്പോഴും പലരും പല റേറ്റ്സാണ് പറയുന്നത്. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആണ്. അതുപോലെ തന്നെ നമ്മളെ കോമ്പൗണ്ടൊക്കെ കിട്ടുന്ന റേറ്റ്, വാൻ ഹൂട്ടൻ അതൊക്കെ കിട്ടുന്ന റേറ്റും കൂടെ ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിടാം കേട്ടോ. നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോൾ ചെറിയൊരു മടി ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു പണി കിട്ടി തുടങ്ങിയായിരുന്നോന്നറിയില്ല, എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഇപ്പോഴും. കാരണം നമ്മൾ ഡ്രീം കേക്കാണ് ചെയ്ത, കസ്റ്റമൈസ്ഡ് കേക്കൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. അതൊന്ന് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഓണായിക്കോളും. അപ്പോൾ അത് ഇനിയിപ്പോൾ ഓർഡേഴ്സ് വരുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചിങ്ങനെ ഒന്ന് ഡൗണായി നിൽക്കാമെന്ന് തോന്നുന്നുണ്ട്. ബേക്കേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓർഡേഴ്സൊക്കെ പൊതുവെ കുറവാണെന്നുള്ളത്. പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അതല്ലാതെ പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ റെസിപ്പിയൊക്കെ സെയിം തന്നെ ആയിരിക്കും. നമ്മൾ ക്രീം ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ചോക്ലേറ്റിൽ മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക, പിന്നെ അത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഇതുപോലെ പ്രീമിയമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പാലും അതിൽ കുറച്ച് ഇതിൻ്റെ ഒരു ഗണാശം മിക്സ് ചെയ്തിട്ടായാലും ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും സ്പഞ്ചിന് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഞാൻ സോക്ക് ചെയ്യാൻ എടുക്കാറുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പാലെടുത്തിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ആവശ്യമില്ല. എന്നിട്ട് ഈ ഒരു നമ്മൾ ഗണാഷിൻ്റെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കേക്കിൻ്റെ സ്പഞ്ചിലും നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ സോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഏതാണ് പാൻ, 1/2 kg 6 ഇഞ്ചിൻ്റെ പാനാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിൽ ലെയേഴ്സ് വെക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ള റെസിപ്പിയാണ് കേട്ടോ. സെയിം സ്പഞ്ച് വെച്ചിട്ട് പിന്നെ സോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ക്രീമിൻ്റെ ലെയർ, ജെലാറ്റിനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ലെയർ ഉണ്ടല്ലോ. ഞാനത് റെസിപ്പി ഫുള്ളായിട്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡ്രീം കേക്കിൻ്റെ ഒരു റെസിപ്പി ഞാൻ കൊടുക്കുക. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എപ്പോഴും ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കുകൾ വരുമ്പോൾ ചിലപ്പോൾ വന്നപ്പോൾ തന്നെ അത് പോകും. പക്ഷേ ഡ്രീം കേക്കിന് എപ്പോഴും ആവശ്യക്കാരുണ്ട്. എല്ലാവരും ഇപ്പോൾ സാധാരണ നമ്മൾ വെറുതെ കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ഒരുവിധം ടൈമിലൊക്കെ സാധാ കേക്കുകൾ പറയാറുണ്ട്. ചിലപ്പോൾ ഒരു 1/2 kg കേക്ക് പറയും.
പക്ഷേ ഡ്രീം കേക്ക് വന്നതിന് ശേഷം എന്തായാലും അങ്ങനെ മേടിക്കുന്നവരുണ്ടല്ലോ, ഇടയ്ക്കൊന്നൊരു മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മേടിക്കുന്നത് ഡ്രീം കേക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കസ്റ്റമേഴ്സ് ഇടയ്ക്ക് എൻ്റെ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ലെയർ നമ്മളെ ക്രീമിൽ ചോക്ലേറ്റും അതുപോലെ ജലാറ്റിനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ലെയർ ഉണ്ടല്ലോ, അത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് നട്ട്സ് മിക്സ് ചെയ്തിട്ട്, നട്ട്സ് ഹേസൽനട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ഗണാഷയിലേക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. ഇത് പിന്നെ കുറച്ചൊരു ലിക്വിഡ് ഫോമിലാണെങ്കിലും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഫൈനൽ ലെയർ കൊടുക്കുക. ഫൈനൽ ലെയർ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് കൊടുക്കണത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മിക്സ് റെഡിയാക്കാം. ഇതിൽ മിക്സ് ചെയ്യാതെയും ഇപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ക്രീമിൻ്റെ മേലെ ഫുള്ള് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ചോക്ലേറ്റിൻ്റെ ലെയർ മാത്രമായിട്ട് കൊടുക്കാനും പറ്റും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെ ആയാലും ടേസ്റ്റിലൊന്നും ഡിഫറൻസ് ഒന്നും വരില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷനിലാണ്. ഇനി ചോക്ലേറ്റ് ലെയർ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫുള്ള് നന്നായിട്ട് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കുക. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റാവും. പിന്നെ നമുക്ക് ടോപ്പ് ലെയർ കൊടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അതായത് ടോപ്പ് ലെയർ നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു പോർഷനല്ല കൊടുക്കുന്നത്, ചോക്ലേറ്റ് ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട്. അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് സെറ്റാവാൻ നല്ലത് ഇത് നന്നായിട്ട് സെറ്റായതിന് ശേഷം കൊടുക്കുന്നതാണ് കേട്ടോ. ഞാനിവിടെ 1/2 kg 2 കേക്കും പിന്നെ ഒരു മിനി കേക്കും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ലെയറൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കാൻ നമുക്ക് കുറച്ച് ടൈം എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അതും സെയിം തന്നെ നമ്മൾ വാൻ ഹൂട്ടൻ്റെ തന്നെ മിൽക്ക് കോമ്പൗണ്ട് എന്നിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അത് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, മേലത്തെ പോർഷൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്തെടുക്കേണ്ട ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ്. അപ്പോൾ അത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിയിലത്തെ ലെയർ സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായതിന് ശേഷം മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഫ്രീസറിൽ വെക്കുക. പെട്ടെന്ന് സെറ്റായി കിട്ടും, കാരണം ചോക്ലേറ്റ് മാത്രമല്ലേ ഉള്ളൂ മെൽറ്റ് ആയതല്ല. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാകുമ്പോൾ നമുക്ക് മേലെ കൊക്കോ പൗഡർ കൊടുക്കുക കേട്ടോ. കൊക്കോ പൗഡർ കൊടുക്കുന്നത് മേലെ കൊടുക്കുന്നത് ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡർ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൗഡറും മിൽക്ക് പൗഡറും കുറച്ച് ഷുഗറും കൂടിയിട്ട് ഗ്രൈൻഡറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുക, അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊരു മെയിൻ ടിപ്പാണ്. ഡ്രീം കേക്ക് കഴിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കൊക്കോ പൗഡർ ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പാണ് വായിൽക്ക് ആദ്യം കിട്ടുക. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതുപോലെ കൊടുക്കുക കേട്ടോ. ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഇതുപോലെ അരിപ്പയിലാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സസ് വരുന്നതൊക്കെ നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കത് പാക്കിങ് റെഡിയാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എപ്പോഴും വീഡിയോ ഇട്ട് കഴിഞ്ഞാലും വന്ന് ഫസ്റ്റ് പറയുന്ന ആൾക്കാരുണ്ട്. റെഗുലറാണ്, എനിക്കറിയാം. ഓരോ ഐഡിയ കണ്ടാലും ഒക്കെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഇൻഷാല്ലാ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.